ഹായ്, നമ്മുടെ 2026 ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ അതിൻ്റെ നിങ്ങൾക്ക് നാറ്റയിൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ആർക്കിടെക്ചറിൽ കിട്ടിയ മാർക്കും അതുപോലെ തന്നെ +2 സ്കോറും ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആർക്കിടെക്ചർ കോഴ്സ് നമുക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ നാറ്റയുടെ സ്കോറും അതുപോലെ തന്നെ നമുക്ക് +2 കിട്ടിയ മാർക്കും സബ്മിറ്റ് ചെയ്യണം. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എൻട്രൻസ് നടന്നതിന് ശേഷം കീം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് എഴുതാതെ ഇരിക്കേണ്ടത്, നമുക്ക് ആർക്കിടെക്ചറിന് എൻട്രൻസ് പരീക്ഷയില്ല, മെഡിക്കലിന് എൻട്രൻസ് പരീക്ഷയില്ല. കാരണം മെഡിക്കൽ എൻട്രൻസ് ആണ് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പരിഗണിക്കുക. പക്ഷേ കീമിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് നാറ്റയുടെ സ്കോർ വെച്ചിട്ടാണ്. പിന്നെ ഉള്ളത് ഫാർമസിയും എഞ്ചിനീയറിംഗും നമ്മൾ പരീക്ഷ എഴുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തു. ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു, ഇന്നലെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ അവസരം ലഭിക്കുമെന്നുള്ളത്. കാരണം ഞാനിപ്പോൾ 2-ാം തീയതിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 4-ാം തീയതി വരെ. പക്ഷേ പിന്നീടൊരു അറിയിപ്പ് വന്നു, ഇന്ന് റെഡിയാവുമെന്ന്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. ഈ സമയം വരെ ഇന്ന് റെഡിയാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ 2-ാം തീയതി മുതൽ എന്നാണ് വെബ്സൈറ്റിൽ കാണുന്നുള്ളത്. നമുക്ക് ഏകദേശം 55 ബ്രാഞ്ചുകളാണ് കേരളത്തിൽ ഈ വർഷം എഞ്ചിനീയറിങ്ങിനുള്ളത്. അതിലൊന്നാണ് ആർക്കിടെക്ചർ. ഈ ആർക്കിടെക്ചറിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന പോലെ 5 വർഷം നമ്മൾ പഠിക്കണം. 10 സെമസ്റ്റർ ഉണ്ടാവും. അതിൽ 6 മാസം ഇൻറ്റേൺഷിപ്പ് അടക്കം ഉൾപ്പെടുന്നതാണ്. ഈ 5 വർഷം പഠിച്ചിട്ടാണ് നമ്മൾ ആർക്കിടെക്ചറിന് കേരളത്തിൽ ഏകദേശം നമ്മുടെ സർക്കാർ മേഖലയിൽ 4 കോളേജുകളും എയ്ഡഡ് ഓട്ടോണമസ് കോളേജായിട്ടുള്ള TKM കോളേജ്, അങ്ങനെ 5 കോളേജുകളാണ് പ്രധാനമായിട്ടും സർക്കാർ മേഖലയിലുള്ളത്. പിന്നെയുള്ളത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഏകദേശം 23 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് കേരളത്തിൽ ആർക്കിടെക്ചർ ഉള്ളത്. ഈ കോളേജുകളിലേക്ക് ആർക്കിടെക്ചറിന് നമുക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നാറ്റ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ആർക്കിടെക്ചർ 2025 അല്ലെങ്കിൽ 2026 നടത്തിയ പരീക്ഷയിൽ ലഭിച്ച സ്കോറുണ്ട്. ആ സ്കോറാണ്. എങ്ങനെയാണ് നാറ്റയിൽ നിങ്ങൾ എലിജിബിൾ ആണോ എന്നറിയുന്നത്? അതിൻ്റെ സ്കോർ വെച്ചിട്ടാണ്. അതിൽ നിങ്ങൾക്ക് മിനിമം ഇത്ര മാർക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ മാർക്ക് ലഭിച്ച് നാറ്റയിൽ എലിജിബിളായ മുഴുവൻ ആളുകളും അവരുടെ കൂടാതെ അവരുടെ യോഗ്യതാ പരീക്ഷ, ദാറ്റ് മീൻസ് +2, അത് CBSE-കാരാണെങ്കിൽ അവരുടെ +2 മാർക്ക് മാത്രമായിരിക്കും പരിഗണിക്കുക. സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ അവരുടെ +1-ൻ്റെയും +2-ൻ്റെയും 2 വർഷത്തെ മാർക്ക്. ഡിപ്ലോമയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 3 വർഷത്തെ ഡിപ്ലോമയാണെങ്കിൽ ആ 3 വർഷത്തെ ഡിപ്ലോമയുടെ എല്ലാ സെമസ്റ്ററേയും മാർക്കുകൾ പരിഗണിച്ചായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. നാറ്റയുടെ സ്കോറിനും അതുപോലെ തന്നെ നമ്മുടെ യോഗ്യതാ പരീക്ഷയുടെ +2-ൻ്റെയോ ഡിപ്ലോമയുടെയോ പരീക്ഷയുടെ മാർക്കിനും ഈക്വൽ വെയിറ്റേജ് നൽകിയിട്ടാണ് ആർക്കിൻ്റെ നമ്മുടെ കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന. ആ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മുടെ റാങ്ക് ലിസ്റ്റ് www.ce.kerala.gov എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ID-യും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിയിട്ട് അതിൻ്റെ ഹോം പേജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഹോം പേജിൽ തന്നെ കാണാം മാർക്ക് സബ്മിഷൻ ഫോർ ആർക്ക് എന്നുള്ള ഒരു മെനു ഉണ്ടാവും. ആ മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാറ്റ 2025 അല്ലെങ്കിൽ 2026 സ്കോറും അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ്യതയിൽ ലഭിച്ച +2-ൻ്റെയോ അല്ലെങ്കിൽ ഡിപ്ലോമയുടെയോ മാർക്കും നിങ്ങൾ സമർപ്പിക്കണം. ഇനി യോഗ്യതാ പരീക്ഷ നിങ്ങൾക്ക് ഗ്രേഡാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡിന് തുല്യമായ മാർക്കാണ് സമർപ്പിക്കേണ്ടത്. മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം അപ്ലോഡ് നാറ്റ സ്കോർ കാർഡ് ആൻഡ് +2 ഡിപ്ലോമ ഓർ ഈക്വലൻ്റ് മാർക്ക് ഷീറ്റ് എന്ന പേജിലൂടെ വിദ്യാർത്ഥി പരീക്ഷയുടെ +2-ൻ്റെ അല്ലെങ്കിൽ ഈ തത്തുല്യമായ മാർക്ക് ഷീറ്റിൻ്റെയും സ്കോർ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന PDF രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതുമായിരിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രിൻ്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും വിദ്യാർത്ഥികളായ നമ്മൾ സൂക്ഷിക്കണം, നിർബന്ധമാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ അസൽ പകർപ്പുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതും കൂടിയാണ്. അതുകൊണ്ടാണത് സൂക്ഷിക്കണമെന്ന് പറയപ്പെടുന്നത്.
ഈ CBSEക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 2ാം വർഷത്തെ സ്കോറിൻ്റെ പിന്നെ ഷീറ്റ് മാത്രമാണ് അവർക്ക്. കാരണം അവരുടെ ബോർഡ് എക്സാം എന്ന് പറയപ്പെടുന്നത് 2ാം വർഷത്തെ മാത്രമാണ് പൊതുപരീക്ഷ നടക്കുന്നത്. നമുക്ക് +1ൻ്റെയും +2ൻ്റെയും കേരള സിലബസുകാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2 വർഷത്തെ മാർക്കും ലഭ്യമായ പിന്നെ മാർക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ള മാർക്ക് ലിസ്റ്റാണ് ഉണ്ടാവുക. അതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഒരുപാട് PDF ഒന്നിലധികം മാർക്ക് ഷീറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയപ്പെടുന്നത് 3/7/2026 നാളെ രാത്രി 11:59 വരെയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന 22-ാം തീയതിയാണ്, 2/7/2026 അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്നത് നാളെ മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാ ആളുകളും അതിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ പിന്നെ ആർക്കിടെക്ചർ കോഴ്സിന് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റൊക്കെ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് പ്രകാരം ഗവൺമെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് പോയിരിക്കുന്നത് TKMലാണ് 170 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. പിന്നെ ഈഴവയിലാണെങ്കിൽ 326 പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ആണെങ്കിൽ 250 അതിന് പോയിരിക്കുന്നത്. SC 1320 ST 1446 EWS 1536 ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം പോയിരിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ പിന്നെ മംഗളം കോളേജിൽ കോട്ടയത്ത് 781 സ്റ്റേറ്റ് മെറിറ്റ് ഫസ്റ്റ് ഫേസിൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈഴവ പയ്യന്നൂർ കോളേജിലാണ്, പയ്യന്നൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ 1771 ലാസ്റ്റ് റാങ്ക്. മുസ്ലിം ആണെങ്കിൽ പിന്നെ 1582 KMA പിന്നെ ആലുവയിലാണ് പോയിരിക്കുന്നത്. സോ SC 1788 1626 ആണ് പിന്നെ SC ST പോയിരിക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതലൊരു ലാസ്റ്റ് റാങ്കിൽ കിട്ടും. ലാസ്റ്റ് റാങ്ക് ജസ്റ്റ് നമ്മൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ റെഡി ആവാൻ വേണ്ടി മാത്രമാണ്. എന്നാലും നമ്മളൊന്ന് ഓർത്തു വെക്കുക. എല്ലാ വിവരങ്ങളും CE വെബ്സൈറ്റിലുണ്ടാവാം. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ കണ്ടതാണ്, കറക്റ്റ് ഞാൻ മെഷർ ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് നോക്കാം. മറക്കാതെ ചെയ്യേണ്ടത് ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ ആർക്കിടെക്ചറും കൂടി ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ. നിങ്ങളുടെ +2ൻ്റെ മാർക്കും അതുപോലെ തന്നെ നാറ്റയിൽ കിട്ടിയ സ്കോറും നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. നാളെയാണ് അവസാന തീയതി, അത് മറക്കാതിരിക്കുക. പല കുട്ടികളും ഈ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യാറില്ല, അവർക്ക് സമയത്ത് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ പെടാൻ സാധിക്കാറില്ല. അങ്ങനെ പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ വർഷത്തെ B ആർക്കിനുള്ള സാധ്യത മങ്ങിപ്പോകും. നാറ്റയുടെ സ്കോറിന് അടുത്ത വർഷം വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.